തർക്കണ്ടായേ? ആ തർക്കണ്ടായ മതി, ആരാന്നൊന്നും അറിയണ്ട. തർക്കണ്ടായില്ലേ? എന്നിട്ട് എന്താണ്ടായി? വീണ നീ എന്തെങ്കിലും അപകടം പറ്റിയോ നിനക്ക്? എന്തെങ്കിലും വസ്തു കിട്ടിയ നിന്റെ ഭവനത്തിൽ നിന്ന്? അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മണമുള്ള വസ്തുക്കൾ ആരെങ്കിലും നിനക്ക് ശരീരത്തിൽ പുരട്ടാൻ തന്നാ? മണമുള്ള വസ്തു എന്ന് മനസ്സിലായ? മണമുള്ള വസ്തു എന്ന് മനസ്സിലായ? ചില നാലാം വേദക്കാർ ശരീരത്തിൽ പുരട്ടുന്ന ഒരു വസ്തു ഉണ്ട്. അതെങ്ങനെ ആരെങ്കിലും തന്നാ? ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല. അല്ലെങ്കിൽ അത് ആരെങ്കിലും പുരട്ടി നിന്റെ അരിയത്ത് വന്ന് കുറച്ചു നേരം നിന്നാ നിന്നെ കെട്ടിപ്പോണത്? ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തട്ടെ. ഈ ഭാഗങ്ങളുടെ തരിപ്പ് വേവലാതിണ്ട നിനക്ക്? ആ മതി. തരിപ്പ് വരണ്ട, കണ്ണിന് മൂടിക്കെട്ട് വരണ്ട. ആ മതി. അപ്പൊ നീ ഒരു 5 കർമ്മം പ്രവർത്തിച്ചോ. നീ ചെയ്യുന്ന മേഖല ഏതാണെന്ന് എഴുതി കൊടുത്തു. എനിക്ക് ദിനം ഒരു വെള്ളിട്ട് വെച്ചോ. കർമ്മം കഴിഞ്ഞാൽ നിനക്കൊരു ചെമ്പോലത്തകടെ കൊണ്ടു കൊടുത്തു. പിന്നെ നീ ആർക്കാ വെള്ളി കൊടുത്തത്? നിനക്ക് ആരാ വെള്ളി തരാണെന്ന് ആ ഉണ്ണിയുടെ പേര് എഴുതി കാണിട്ട് ഒരു പിടി വെള്ളിയും കൂടി ചേർത്തൊരു കടലാസം മട്ടില് നീലപ്പട്ടിൽ പൊതിഞ്ഞു വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? അല്ല, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ പറഞ്ഞേ ഉണ്ണി ഒന്ന് താഴ്ന്നു കൊടുത്ത കാരണമല്ലേ ഉണ്ണിനെ അങ്ങനെ ചെയ്തേ. ഇപ്പോഴും ആ ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കായതാ. ഒരു മണമുള്ള വസ്തു എന്തെങ്കിലും നിന്റെ ഭവനത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട്, ആരെങ്കിലും ഭവനത്തിൽ ആരെങ്കിലും പുരട്ടെ, അല്ലെങ്കിൽ ഭവനത്തിൽ കൊണ്ടുവരെ. ഇതല്ലെങ്കിൽ ആരെങ്കിലും ശരീരത്തിൽ പുരട്ടിട്ട് നിന്റെ ഇത്തിരി നേരം ചേർന്ന് നിൽക്കുന്നുണ്ടായിട്ടുണ്ടാകുന്ന ചോദ്യം. നാലാവേദക്കാരന്റെ പണി വന്നിട്ടുണ്ട്, അതുകൊണ്ടാ ചോദ്യം അങ്ങനെ. ആ ഭവനത്തിന്റെ കണക്കിൽ വല്ല പിഴവുണ്ടാ? ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല. എത്ര ചിത്രം വരച്ചിട്ടുണ്ട്? 2 എണ്ണം. ഞാൻ നല്ലതാണ് പൊട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 ചിത്രം വരച്ചിട്ടുണ്ടോന്ന് ചോദിച്ചേ. 2 കണക്കിൽ വന്നിട്ടുണ്ടാ? അപ്പൊ പിന്നെ ശരിയായി. എത്ര മുറി വരെയുണ്ട്? നീ അതിന്റെ 4 ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവരും. ആരുടെ പേരിലെ ഭവനം? നക്ഷത്രം എന്ന് പറഞ്ഞു. സമയം നല്ലതാണല്ലോ, പിന്നെന്താ കേടാത്ത? 5 കർമ്മം പ്രവർത്തിച്ചതിന്റെ 4 ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവരെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. എന്റെ ശരിയായിട്ടുള്ള എന്റെ ഉടപ്പിറന്നോളെ വെള്ളാട്ടിന് മുമ്പ് മുഴുവനും പൂർത്തീകരിച്ചെന്നാൽ നീ എനിക്ക് എന്താ തരാം? എന്റെ ഉടപ്പിറന്നോളെ, അതായത് എന്റെ ഈ ഉടപ്പിറന്നോളെ, കുംഭമാസിലെ ഭരണിക്ക് മുന്നേ നിന്റെ ഭവനം ഞാൻ വെള്ളം പൂശി മുഴുവനും വില്ലും വേല കഴിഞ്ഞ് ചെത്തി മിനുക്കി തന്നാൽ എനിക്കെന്താ തരാം? എന്റെ വെള്ളാട്ടിന് എത്ര വെള്ളി തരൂ? സമ്മതിച്ചാ? നാമോദയം പറയും. വന്നാ ആ പൊക്കോ. അടുത്ത വെള്ളി എനിക്ക് തരണട്ടാ. നീ എന്നെ കുറെ ശല്യം ചെയ്തതാ. മനസ്സിലായില്ല? നീ കുറെ ഇവിടെ വന്നിട്ട് എന്നെ ശല്യം ചെയ്തതാ. അതെനിക്ക് തന്നേക്കണം. എന്നോട് ചെല്ലാൻ പറഞ്ഞില്ലേ? ഇല്ലേ? ഞാനാ വാങ്ങിച്ചു തന്നെ. ആദ്യത്തെ 30 നാളത്തെ വെള്ളി അണ്ണാ പൈസ പോരാണ്ട് എനിക്ക് തന്നു. സമ്മതിച്ചില്ലേ? അറിയോ? പറഞ്ഞിട്ടുണ്ടോ? എന്തേ? അല്ല, അത് കിട്ടിയെങ്കിൽ പിന്നെ ഇത് നിന്റെ അടുത്ത് പറഞ്ഞില്ല. അതാ ചോദ്യത്തിന് ഇല്ല. എന്നാലും ചോദിക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാ ചോദ്യം. മനസ്സിലായി? അവിടെ നിന്ന് പ്രാർത്ഥന വന്നിട്ടുണ്ടല്ലോ ഉണ്ണി. എന്തേ നീ അങ്ങനെ കഴിക്കാന്ന് ഉറപ്പ് പറഞ്ഞില്ല? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഉറപ്പ് പറഞ്ഞു എന്നാ പറഞ്ഞു. എനിക്ക് വെള്ളി തരാമെന്നും പെണ്ണിനെ മംഗല്യം കഴിക്കാനും ഉറപ്പ് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ചെയ്യണം. എനിക്ക് വെള്ളി തരാന്ന് പറഞ്ഞ ഉണ്ണി തരാന്ന് പറഞ്ഞ് ഉണ്ണി തന്നില്ല
മനസ്സിലായ? ഞാൻ തിരക്കുണ്ടാക്കി തരാം. നിന്റെ ആ കടലാസുകൊണ്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ കടലാസുകൊണ്ട് ഒരു പകർപ്പെടുത്തിട്ട് നിനക്ക് ഏത് ദിക്കിലേക്കാണ് കൊണ്ടത് ആ ദിക്കിൽ ഒരു പിടി വെള്ളി അല്ലെങ്കിൽ 501 വെള്ളി ഒരു നീലപ്പട്ടിൽ ഇതുപോലെ പൊതിഞ്ഞ് കെട്ടി വെക്കി ഞാൻ തിരക്കുണ്ടാക്കി തരാം നിനക്ക്. മതിയാ? ആറ് കടന്നു പോയി എനിക്ക് ആദ്യത്തെ വെള്ളി തരണം മുക്ക് നടന്നത്. സമ്മതിച്ച? ഇനി എവിടേക്കും കൊണ്ടുപോകാം. എവിടേക്കാ എന്താ ഉണ്ടോന്ന് അതിന് മുമ്പ് മുറിച്ചാൽ നീ എന്തിനാ മുറിച്ച? അപ്പൊ പിന്നെ നീ എന്തിനാ തിന്ന് നേർന്ന എന്തിനാ? എന്റെ അച്ഛന്റെ ജാതകം, അതായത് നീ ജന്മം നൽകിയ നിന്റെ ഉണ്ണി നിന്റെ ജാതകം കുറിച്ച് അങ്ങനത്തെ ഒരു മുതലാ ഉണ്ണിയത്. മനസ്സിലായില്ല? അങ്ങനെ ആർക്കും കിട്ടില്ല. കാണാൻ ഏഴഴകായ ആൾക്ക് ചന്തമുള്ള ഒരേ ഒരു കരുവയാളാണ്. മനസ്സിലായി? രണ്ട് മകല്യം കഴിക്കുന്നു വെച്ചില്ല. ഇപ്പൊ നീ ഒന്നിന് വാക്ക് പറഞ്ഞ് അതിനെ കഴിക്കാൻ നീ ഇപ്പൊ കഴിച്ചില്ലേ? അങ്ങനെ ഒരു തെറ്റേ ആ ചൂലക്കാരൻ ചെയ്തു. പക്ഷെ അയാളുടെ മാതിരി ഒരു നല്ലൊരു കരുവോ വേറില്ല. സത്യത്തിനും നീതിക്കും ഒരേ ഒരു കരു അയാളാണ്. ഞാൻ അങ്ങനല്ല. ഞാൻ വെള്ളി കൂടുതൽ കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മുറിച്ചത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞ മാതാവിനോടെ 10 പവനം വരുന്നോളാൻ പറയും. 10 പവനെ ഇറന്നോളാൻ പറയാൻ. മനസ്സിലായ? 10 പവനെ കഴിഞ്ഞിട്ട് ഇറന്നോളാൻ. എന്നിട്ട് അങ്ങോട്ട് പൊക്കും. ഇത് വേഗം കണക്കിൽ വെക്കും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഇതാ 5 കർമ്മം പ്രവർത്തിക്കും. നിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരെ ഒരു സ്ത്രീ പ്രതിമ ഒരു മുക്കണൻ പൊതിഞ്ഞു കെട്ടി വെച്ചു. ഇതാ എന്നിട്ട് കുഴിഞ്ഞ് അടുത്ത ദിനം കൊണ്ട് കൊടുത്തേരും. നമ്മളിവിടെ ഒടപ്പുറന്നുള്ള ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് കോഴിക്കല്ലിന്റെ അടിയിൽ സ്ത്രീ പ്രതിമ മുക്കണൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഇതാ എവിടെയാ കോഴിക്കല്ലുള്ളത്? ആ ഞാൻ ഉണ്ടാക്കി